മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് LDC 2020 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം ഏത്? നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദമാണ് നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ധനാശി പാടുക അവസാനിപ്പിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. എനിക്ക് 10 തേങ്ങ വേണം എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഉത് പ്ലസ് നമ്രം, ഉന്നമ്രം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയെ ആമയുടെ പര്യായമായി വരുന്ന പദം കച്ചപമാണ്. ആമയുടെ പര്യായ പദം കച്ചപം. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബോൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബോൺ ലൈക്ക് എ സൺ. നിങ്ങൾ ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത്? ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏത് എന്ന് വെച്ചാൽ സാമികളാണ്. ബാക്കി 3 ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അധ്യാപകർ, കവികൾ, ശിഷ്യന്മാർ ഇവയൊക്കെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ അവരജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അവരജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം അഗ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഉദ്ഗ്രഥിതം. അടുത്ത ക്വസ്റ്റ്യൻ ഫാഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ് ഭ്രതാവ്. ഫഗിനി പുല്ലിംഗ പദം ഭ്രതാവ്. ഒന്നും കൂടെ നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ധനാശി പാടുക അവസാനിപ്പിക്കുക. ശരിയായ വാക്യം എനിക്ക് 10 തേങ്ങ വേണം. ഉന്നമ്രം എന്നത് ഉത് പ്ലസ് നമ്രം. ആമയുടെ പര്യായ പദം കച്ചപം. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. ബഹുവചനം അധ്യാപകർ, കവികൾ, ശിഷ്യന്മാർ. അവരജൻ എന്ന പദത്തിൻ്റെ വിപരീത പദം അഗ്രജൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പദം ഉദ്ഗ്രഥിതം. ഫഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഭ്രതാവ്. ഭ്രാതാവ്. ഫഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഭ്രാതാവ്.